എന്നിട്ട് ഉളുപ്പും മാനവും ഇല്ലാതെ വന്നിരുന്ന് മെഴുകുകയാണ് അല്ലേ. ഞങ്ങൾ വീട് കൈമാറിയിട്ടില്ല, ഞങ്ങൾ പട്ടയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എടോ ഇനിയും കള്ളത്തരം പറയണോ, ഇനിയും കള്ളത്തരം പറയണോ? മാനം മര്യാദയ്ക്ക് പറയണോ? ചോർന്ന് വീടുകൾ ചോർന്നു നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങൾ 800 കോടി ഞങ്ങളുടെ പൈസ, ഇവിടുത്തെ സാധാരണക്കാരുടെ പൈസ 800 കോടി, കേന്ദ്രം കൊടുത്ത വേറെ 1400 കോടി, എല്ലാം പാടെ 2000 കോടി കയ്യിൽ വെച്ചിട്ട് പുഴുങ്ങി തിന്നാനല്ലടോ പാവപ്പെട്ട ഈ ദുരന്തബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ. എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത വീട് ചോർച്ചയ്ക്ക് കാരണം എന്താണ്? വിള്ളൽ. നിങ്ങൾ പറയുന്നു വിള്ളലല്ല, ക്രാക്ക്. ശരി, നിങ്ങൾ പറയുന്ന എന്തെങ്കിലും പട്ടാറായിക്കോട്ടെ, ക്രാക്കോ ഇനി അല്ല എന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്നല്ലോ. ആ വെള്ളം ഇപ്പം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എഞ്ചിനീയർമാർ തന്നെ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ ഇതാ രണ്ടാമത് അതിന്റെ മേലെ ഇതാ ഞങ്ങൾ എന്തോ കലക്കി ഒഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ വീണ്ടും സിമന്റ് ഇടാൻ പോവുകയാണ്, അതിന്റെ മേലെ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്, അതിന്റെ മേലെ പോണ്ടിങ്. ഇതൊക്കെ അവര് പറയുന്നു. അപ്പോഴാണ് വസീം പറയുന്നത് ഒരു വിള്ളലുമില്ല, പെൻസിലിന്റെ വരെയുള്ളൂ, അത് കൂലിപ്പണിക്കാരൻ രാജ്യം വന്നിട്ട് അതും വായിച്ചു. ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഉളുപ്പില്ലാത്ത കള്ളത്തരം പറയുന്ന ഇമാതിരി ഈ മൃഗങ്ങൾ പോലും തോറ്റുപോകുന്ന പെറുക്കി തീനികളല്ലടോ ഈ സഖാക്കള്. ഇനിയും പറയടോ നിങ്ങള്, ഇനിയും പറയോ? ഈ ഫേസ്ബുക്ക് ഒക്കെ തുറന്നാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഇവനൊക്കെ പിണറായിന്റെ തീട്ടം തിന്നാതെ ഉറക്കം വരില്ല. ഈ തീട്ടം നക്കി തിന്നുന്ന ഇമാതിരി പിണറായി ഭക്തന്മാരാണ്, പിണറായിയുടെ അടിമകളാണ് ഉളുപ്പില്ലാതെ പറയുന്നത് അവിടെ വിള്ളലില്ല. അതും കഴിഞ്ഞിട്ട് പറയുന്നു വീടുകൾ കൈമാറിയിട്ടില്ല. പിന്നെന്താ അന്ന് സംഭവിച്ചത്? അന്ന് പട്ടയം മാത്രം. അതാണ് ഇപ്പൊ ഞാൻ പൊളിച്ചത്. അന്നത്തെ നിങ്ങളുടെ പത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ 1-ാം തീയതിയിലും 2-ാം തീയതി പത്രങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു നോക്കടോ വസീഫെ.